നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഇന്നത്തെ സൈലിംഗ് കമന്ററി. നമുക്ക് ആരംഭിക്കാം. നമ്മൾ അടുത്ത ഘട്ടം ഒരു ജനകീയ പോരാട്ടം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷം ഈ പ്രോജക്റ്റിനെ എതിർക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ കേരളീയർ, കേരളത്തിലെ 96%, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും MSCയുടെ ഈ പുതിയ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്നു, ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ നമ്മൾ ലോകത്തെ അറിയിക്കണം. അതിന് വസ്തുതകൾ നിരത്തിക്കൊണ്ട് ന്യൂസ് ലെറ്റർ ഇന്നിറങ്ങും. പരമാവധി പേർ അത് വാങ്ങുക, വായിക്കുക. ലോകം മുഴുവനുമുള്ള മലയാളികൾ വഴി ലോകം മുഴുവനുമുള്ള നിക്ഷേപകർ, ലോകം മുഴുവനുമുള്ള ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന തരത്തിൽ ന്യൂസ് ലെറ്റർ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഈ യുദ്ധം വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാം. തുറമുഖത്തിന്റെ വിവാദ നാളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പഴയ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, എന്റെ സുഹൃത്തായിരുന്നു പണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് കാരണം ആ സൗഹൃദം ഞാൻ ഉപേക്ഷിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന വഴി കേരളത്തിന് എന്ത് ഗുണമാണുള്ളത്? ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ തനിനിറം വ്യക്തമായി എന്നുള്ളതാണ്. കേരളത്തിന് മാത്രമല്ല, ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ നിലപാടുകൾ എന്താണ്, നിങ്ങൾ എത്രത്തോളം പ്രതിലോമ ശക്തിയാണ്, നിങ്ങൾ എത്രത്തോളം വികസന വിരോധികളാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകാൻ ഈ ഓഹരി വിൽപ്പന സഹായിച്ചു. 99 സീറ്റ് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്, ഇപ്പൊ അത് 35 കുറഞ്ഞു. ഇപ്പൊ ഒരു ഹിതപരിശോധന നടത്തിയാൽ 3.5 സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. 3.5 സീറ്റ് പോലും കിട്ടത്തില്ല. അങ്ങനെ നിങ്ങളുടെ മാർക്കറ്റ് വാല്യൂ, അദാനിയുടെ മാർക്കറ്റ് വാല്യൂ, കേരളത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉയരുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റ് വാല്യൂ പടവലങ്ങ പോലെ പോകുന്നതാണ്. ഈ കരാറിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് കാരണം കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യക്ക്, ലോകം മുഴുവനുമുള്ള മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ ചോദ്യത്തിലോട്ട് കൃത്യം വരുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ ധനമന്ത്രിയായിരുന്നയാളാണ്. നിങ്ങളുടെ ധനതത്വശാസ്ത്ര മികവ് കാരണം ഈ നാടിനുണ്ടായ നേട്ടം എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. കുറച്ചൊക്കെ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വന്നിട്ട് ഒരു വൈറ്റ് പേപ്പറിലൂടെ അവർ വ്യക്തമാക്കി. നിങ്ങൾ ഈ കേരളത്തെ പടവലങ്ങ കണക്ക് നിലം തൊടുന്ന പരുവത്തിലാക്കി, സകല കുട്ടികളെയും കേരളത്തിൽ നിന്ന് ഓടിക്കുന്ന പരുവത്തിലാക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും അമേരിക്ക, നിങ്ങളുടെ സഹാക്കളുടെ മക്കൾ സ്വന്തം കമ്പനി, വിദേശ രാജ്യം, നിങ്ങളുടെ സഹാക്കൾക്ക് ശബരിമലയിലെ സ്വർണം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇത് നിങ്ങളുടെ ഭരണം കൊണ്ട് കാൽ കാശിന്റെ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ തർക്കത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിലോട്ട് വരാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന വഴി കേരളത്തിന് എന്ത് ഗുണമാണുള്ളത്? കേരളത്തിന് ലോട്ടറി അടിച്ചു സാർ. കേരളത്തിന് ഒരു ബമ്പർ ലോട്ടറി അടിച്ചു. എന്താണ്? കണക്കുകളിലൂടെ വ്യക്തമാക്കാം. അദാനി ഇവിടെ നിക്ഷേപിച്ചത് 2454 കോടി രൂപയാണ്. അവർ ഇനി നിക്ഷേപിക്കാൻ പോകുന്നത് 19,000 കോടി രൂപയാണെന്ന് നിയമസഭാ രേഖകൾ പറയുന്നു. ഞങ്ങളാരും പറയുന്നതല്ല, നിയമസഭയിൽ പറഞ്ഞ രേഖയനുസരിച്ച് 19,000 കോടി രൂപ അവർ ഇനി നിക്ഷേപിക്കും. അങ്ങനെയുള്ള 19,000 കോടിയും അതിന്റെ പുറത്ത് അവർ നടത്തിയ ഈ 2028 അവർ നടത്തുന്ന ഈ നിക്ഷേപത്തിലൂടെ ആ പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ്, ഇതെല്ലാം കൂടി പെരുപ്പിച്ച് അവരുടെ വാല്യുവേഷൻ 27,000 കോടി രൂപയാക്കി. ഇത് ഈ പ്രോസസ്സ് മുഴുവൻ കേരളത്തിലെ കുറഞ്ഞ പക്ഷം SSLCയുടെ പാഠഭാഗമാക്കേണ്ടതാണ്. SSLC മുതൽ ഇത് പഠിക്കണം. SSLCയുടെ പാഠഭാഗമാക്കി ഇതെങ്ങനെയാണ് ഇക്കണോമിക്സ് വർക്കൗട്ട് ആകുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് എന്ന് കൊച്ചുകുട്ടികൾ, അടുത്ത തലമുറയിലെ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കണം.
അങ്ങനെ അവരുടെ പ്രൊജക്ഷൻ 27,000 കോടി രൂപയുടെ വാല്യുവേഷൻ നടത്തിയിട്ട് അതിന്റെ ഒരു പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2,454 കോടി, പിന്നെ ഒരു 200, 300, 500 കോടി കൂടി ആയിട്ടുണ്ടാവും. ബ്രേക്ക് വാട്ടറും വാർഫിന്റെ നീളവും ഒക്കെ ആയിട്ട് ഒരു 500 കോടി കൂടി പിന്നീട് അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടാകും. 27,000 കോടി രൂപയുടെ പ്രൊജക്ഷൻ നടത്തിയിട്ട് അവർ 13,000 കോടി രൂപ വാങ്ങുന്നു. വിദഗ്ധമായ എഞ്ചിനീയറിംഗ് അല്ലേ, വിദഗ്ധമായ ധനകാര്യ എഞ്ചിനീയറിംഗ്. എങ്ങനെയാണ് ഭാവനയിലൂടെ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യേണ്ടതെന്ന് അദാനി നമ്മളെ കാണിച്ചു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. അദാനി മാത്രമല്ല കാശുണ്ടാക്കുന്നത്. നിങ്ങൾ ചോദിച്ചല്ലോ ഈ ഓഹരി ഇടപാട് വഴി കേരളത്തിന് എന്ത് നേട്ടമെന്ന്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന വഴി കേരളത്തിന് എന്ത് ഗുണമാണുള്ളത്? അപ്പൊ അദാനിയുടെ ഈ ഇക്വേഷൻ, ഈ റേഷ്യോ അനുസരിച്ച് കേരളത്തിന് പ്രവർത്തിക്കാമല്ലോ. പ്രിയപ്പെട്ട പുതിയ മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ പർപ്പസ് SPV ഉണ്ടാക്കിയിട്ട് കേരളം നാളിതുവരെ 5,595.34 കോടി രൂപയാണ് ഈ പ്രോജക്റ്റിൽ നിക്ഷേപിക്കാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിക്ഷേപിച്ചില്ല. നിക്ഷേപം 3,765 കോടി മാത്രമാണ്. ഇതുവരെ കേരളം നിക്ഷേപിച്ചത് 3,765 കോടി. നിക്ഷേപിക്കാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നത് 5,595 കോടി. അത് കൊടുക്കും. കേരള നിയമസഭ അല്ലെങ്കിൽ കേരളത്തിന്റെ ഗവൺമെന്റ് നൽകിയ ഉറപ്പാണ് 3,765 പുറത്ത് ബാക്കി തുക കൂടി കേരളം നൽകും. അങ്ങനെ 5,595. പുതിയ പദ്ധതികൾ പലതും വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. ക്ലോവർ ലീഫ് 360 കോടി, ഔട്ടർ റിംഗ് റോഡ് 12,000 കോടി, റെയിൽ ടണൽ 1,483 കോടി. ഇനി വരാൻ പോകുന്ന വെയർഹൌസ്, ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങിയ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ തുടങ്ങി എല്ലാം കൂടി ഒരു 5,000 കോടി. ഇനി നമ്മൾ അദാനി ഈ 19,000 കോടി എങ്ങനെ നിക്ഷേപിച്ചു എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് കോൺകോറിന്റെ കമ്പനി വരുന്നു, സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ വരുന്നു, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വരുന്നു. ഈ റോഡ് ബൈപ്പാസ് നമ്മൾ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്നു. NHന്റെ ബാലരാമപുരം മുതൽ പാറശാല വരെ നമ്മൾ വീതി കൂട്ടുന്നു. ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലും നമ്മളൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് സിറ്റി രൂപപ്പെടുത്തുന്നു. 5 സോണുകൾ എന്നൊക്കെ പറയുന്ന ചില കണക്കുകൾ ഉണ്ടായിരുന്നില്ല, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് വരേണ്ടത്. അങ്ങനെയുള്ള എല്ലാ കണക്കുകളും വെച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഇപ്പൊ തിരുനെൽവേലിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട്, ഇങ്ങനെ വിമാനത്താവളത്തിന്റെ വികസനം തുടങ്ങി ഇവിടെ ബങ്കറിംഗ് സ്റ്റേഷൻ വരുന്നു, ക്രൂയിസ് ടെർമിനൽ വരുന്നു. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് കേരളത്തിന് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ പ്രൊജക്ഷൻ, നമ്മുടെ വാല്യുവേഷൻ, തുറമുഖവുമായി ബന്ധപ്പെട്ട് തുറമുഖത്തിന് പുറത്ത് സംഭവിക്കാൻ പോകുന്ന വളർച്ചയിൽ ഗവൺമെന്റ് നാളിതുവരെ നിക്ഷേപിക്കാം എന്ന് ഉറപ്പ് കൊടുത്തത് ഉൾപ്പെടെ ഭാവിയിൽ വരാവുന്ന പ്രൊജക്ടുകളെല്ലാം ഉൾപ്പെടുത്തി കേരളത്തിന് ധൈര്യമായി 1,00,000 കോടി രൂപയുടെ ഭാവി പദ്ധതികൾ, ഷിപ്പ്യാർഡ്, ട്രിവാൻഡ്രം ഷിപ്പ്യാർഡ് ഉൾപ്പെടെ, അറ്റകുറ്റപ്പണി കേന്ദ്രം, ഇവയെല്ലാം ഉൾപ്പെടെ ഔട്ടർ ട്രിവാൻഡ്രം ഓഫ് ഷോർ പോർട്ട് പ്രൊജക്ട് ഉൾപ്പെടെ 1,00,000 കോടി രൂപയുടെ പദ്ധതികൾ ഞങ്ങൾക്കുണ്ട് എന്ന് ലോകത്തോട് പറയാം. ഇതിനുവേണ്ടി ഞങ്ങൾ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുന്നു. തീർച്ചയായിട്ടും രൂപീകരിച്ച് ഈ പറയുന്ന തരത്തിൽ കേരളത്തിന് നഷ്ടമായ സ്വകാര്യ പങ്കാളിത്തം, കേരളത്തിന്റെ സ്വകാര്യ പങ്കാളിത്തം ഇതിനകത്ത് ഉറപ്പാക്കുന്ന തരത്തിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചാൽ 1,00,000 കോടി രൂപയാണ് നമ്മുടെ നിക്ഷേപമായി ഇനി വരാൻ പോകുന്നത് എന്ന് കണക്കാക്കിയാൽ, അതിന്റെ കൂടെ നമ്മുടെ പ്രൊജക്ഷനും കൂടി കണക്കാക്കിയാൽ 1,00,000 കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 49% ഏതെങ്കിലും വിദേശ നിക്ഷേപ സ്ഥാപനത്തിന് കൊടുക്കാം. നിരവധി സ്ഥാപനങ്ങളുണ്ട് ലോകം മുഴുവനുമായിട്ട്. നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വയബിൾ ആയിട്ടുള്ള പ്രോജക്റ്റിനു വേണ്ടി നിക്ഷേപിക്കാൻ കാത്തിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവരോട് പറയാം, ഞങ്ങള് 49% തരാം, ഞങ്ങളുടെ പദ്ധതികൾ ഇതാണ്, ഞങ്ങളുടെ പ്ലാനുകൾ ഇതാണ്. ഞങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയൊരു പോർട്ടിന്റെ അടിത്തറ ഇട്ട് കഴിഞ്ഞു. അവിടെ MSC എന്ന് പറയുന്ന കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു മികച്ച ബൂസ്റ്റായിട്ട് മാറും ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ. അങ്ങനെ 1,00,000 കോടി രൂപ, അതിൽ 49,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങളെ അപ്രോച്ച് ചെയ്താൽ
അവരിൽ നിന്ന് 49% അവരെടുത്താൽ നമുക്ക് 49,000 കോടി രൂപ. അതിന്റെ ആദ്യ ട്രാഞ്ച് അങ്ങനെ തരാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് ഇപ്പോ അദാനി നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. 13,000 കോടിയുടെ ആദ്യ ഘട്ടത്തിൽ ഏകദേശം 5,000 കോടി രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി 8,000 കോടി രൂപയാണ് ഇത് ഏകദേശം പൂർത്തിയാകുന്ന സമയത്ത് 2028 കൊടുക്കുന്നത്. നമുക്കും അതുപോലെ ആദ്യ ട്രാഞ്ച് 24,500 കോടി രൂപ ഇപ്പൊ കിട്ടും. ഈ പറയുന്ന പ്രൊജക്ഷനും മാസ്റ്റർ പ്ലാനും ജനങ്ങളുടെ പിന്തുണയും എല്ലാം കൂടി വളരെ വിദഗ്ധമായി പവർ പോയിന്റിലൂടെ അവതരിപ്പിച്ചാൽ നമുക്കിപ്പോ 24,500 കോടി രൂപ ഇപ്പൊ കിട്ടും, രൊക്കമായിട്ട് കിട്ടും. ഡോക്ടർ തോമസ് ഐസക്, നിങ്ങൾക്ക് മനസ്സിലായോ ഈ കച്ചവടത്തിലൂടെ കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും. നിങ്ങൾ ഇത് അംഗീകരിക്കില്ല. കാരണം നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം, നിങ്ങളെ പഠിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രം, നിങ്ങൾ പഠിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിൽ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പടികൾ നടന്നു കയറി, ലോറി ബേക്കർ സാഹിബിന്റെ മനോഹരമായ കെട്ടിടത്തിന്റെ പടികൾ നടന്നു കയറി നിങ്ങളുടെ അവിടെയുള്ള അന്നത്തെ ഒരു വിദഗ്ധന്റെ മുമ്പാകെ ഇന്ന് MSC 13,000 കോടി രൂപ നിക്ഷേപിക്കുവാനുള്ള മൂല്യമുള്ള ഒരു പ്രൊജക്റ്റായി മാറുന്നതിന്റെ കാര്യം അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഒരു വിദഗ്ധനോട് സംസാരിച്ചിട്ട് എന്നെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ ഒരു കാലത്ത് നിന്ന് ഇന്ന് കേരളം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം കേരളത്തിനെ പടവലങ്ങ പരുവമാക്കുമെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം കേരളത്തെ, ഒരു മലയാളി 17-ാം തീയതി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്, ഡോക്ടർ അനിൽ മേനോൻ, അതുപോലെ കേരളത്തെ വാനോളം ഉയർത്തുന്നതാണ് ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം. അതാണ് ഈ ഓഹരി വിൽപ്പനയിലൂടെ കേരളത്തിന് ഇന്ന് കിട്ടിയിരിക്കുന്നത്.